വിശദമായ വാർത്തയിലേക്ക്. തൃപ്പൂണിത്തുറയിൽ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച 15-കാരൻ റാഗിങ്ങിനിരയായതായി കുടുംബം പരാതി നൽകിയിട്ടില്ലെന്ന് ഗ്ലോബൽ പബ്ലിക് സ്കൂൾ. സമൂഹമാധ്യമത്തിൽ സ്കൂളിനെതിരെ വ്യാജ പ്രചാരണം നടക്കുന്നുണ്ട്. പോലീസ് എത്തി CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിരുന്നു. സംഭവ ദിവസം മിഹിർ ബാസ്കറ്റ്ബോൾ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു. റാഗിംഗ് നേരിട്ടിരുന്നു എന്ന് അധ്യാപകരോട് പോലും മിഹിർ പറഞ്ഞിട്ടില്ലെന്നും സ്കൂൾ അധികൃതർ പറയുന്നു. നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, ഇതിൽ സ്കൂളിന്റെ വിശദീകരണം മാത്രമാണ് അത്, അങ്ങനെ ന്യായീകരിക്കാൻ അത് സാധിക്കില്ലെന്ന് തോന്നുന്നു. ഈ കേസിൽ പാരന്റ്സിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഈ ബുദ്ധിമുട്ട് സ്കൂളിൽ അറിയിച്ചു എന്നുള്ള തരത്തിലായിരുന്നു നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത്. എന്താണ് സ്കൂളിന്റെ വിശദീകരണം, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? ധന്യ, ജനുവരി 15-നാണ് ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടക്കുന്നത്. അതായത് ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഹിർ 26 നിലയുള്ള ആഡംബര ഫ്ളാറ്റിൻ്റെ 26ാം നിലയിൽ നിന്നാണ് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യുന്നത്. തുടക്കത്തിൽ അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത്. ഈ ആത്മഹത്യയെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ സഹപാഠികളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ മിഹിറിൻ്റെ അമ്മ ഇത് കടുത്ത റാഗിംഗ് തൻ്റെ മകൻ നേരിട്ടിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകുകയും ഫേസ്ബുക്കിലൂടെ ചില വാട്സപ്പ് ചാറ്റുകളുടെയും ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെയും സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിടുകയും ചെയ്തത്. അതായത് കടുത്ത റാഗിംഗ് ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ നിന്ന്, ഒരു ഗ്യാങ്ങിൽ നിന്ന് തൻ്റെ മകൻ സ്കൂളിൽ വെച്ചും സ്കൂളിന് പുറത്തു വെച്ചും മാനസികമായും ശാരീരികമായും കടുത്ത പീഡനം നേരിട്ടുവെന്നും ഒപ്പം വലിയ ക്രൂരത തൻ്റെ മകനോട് ചെയ്തുവെന്നുമാണ് ഈ അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. അതായത് വളരെ ക്രൂരമായ ഈ ക്ലോസറ്റിൽ മുഖം താഴ്ത്തി വെച്ച് ഫ്ലഷ് ചെയ്യിപ്പിച്ചു, ടോയ്ലറ്റ് നക്കിപ്പിച്ചു അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ പറയുന്നുണ്ട്. ഒപ്പം നിറത്തിൻ്റെ പേരിൽ അവനെ പരിഹസിച്ചു. അത്തരം മാനസിക വിഷമങ്ങളെ തുടർന്നാണ് ഇത്തരത്തിൽ തൻ്റെ മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. ഒപ്പം ഈ മകൻ്റെ മരണം ഈ ചില ഗ്യാങ്ങിലുള്ള ആളുകൾ ആഘോഷിച്ചു, ഈ വിദ്യാർത്ഥികൾ ആഘോഷിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. അതായത് ചില വാട്സപ്പ് ചാറ്റുകൾ, ഇൻസ്റ്റഗ്രാം ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുവയ്ക്കുന്നുണ്ട്. അതിൽ ഈ മിഹിറിൻ്റെ മരണത്തെ ആഘോഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ കളിയാക്കുന്ന തരത്തിലൊക്കെ ചില മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അത്തരം ചാറ്റുകളും ഇവർ പോലീസിനും DGPക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നൽകിയ പരാതിയിലുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ നേരത്തെ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. പിന്നീട് ഇത്തരത്തിലൊരു പരാതി കൂടി വരുമ്പോൾ ആ കേസിനൊപ്പം തന്നെ ഈ റാഗിങ്ങിൻ്റെ പരാതി കൂടി പോലീസ് അന്വേഷിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയത്തിൽ സ്കൂളിൽ നിന്നൊരു പ്രതികരണം അല്പസമയം മുൻപാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇത്തരത്തിൽ വ്യാജ പ്രചാരണങ്ങളാണ് സ്കൂളിനെതിരെ നടക്കുന്നത്. ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും തങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. നേരത്തെ മിഹിറിൻ്റെ അമ്മ പറഞ്ഞിരുന്നത് ഈ മരണശേഷം റാഗിങ്ങുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ പരാതി നൽകിയിരുന്നു. ഈ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ സ്കൂളുകളൊന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്കൂളിൽ പരാതി നൽകിയിട്ടും അവർ ഒരു നടപടിയും എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തമായ ഒരു സ്കൂളിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്നത് അത്യധികം ദുരിതപൂർണ്ണമാണ് എന്നാണ് മിഹിറിൻ്റെ അമ്മ പറഞ്ഞിരുന്നത്. അപ്പോൾ സ്കൂളുകാർ പറയുന്ന ഇത്തരത്തിലൊരു പരാതി തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഇത് മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ സ്കൂളിനെതിരെ അപകീർത്തികരമായ കാര്യങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിനെ താറടിച്ച് കാണിക്കാനാണ് ഇത്തരങ്ങൾ വിഷയങ്ങൾ ഉയർത്തി കാണിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഈ മിഹിർ ഈ സംഭവം നടന്ന അന്ന് ദിവസം വൈകിട്ടും ഈ ബാസ്കറ്റ്ബോൾ പരിശീലനം കടഞ്ഞ് സന്തോഷവാനായാണ് മടങ്ങിയത് ഇവിടെ നിന്നും. ഈ യാതൊരു പരാതിയും ടീച്ചർമാരോട് പോലും മിഹിർ പങ്കുവച്ചിരുന്നില്ല എന്നും സ്കൂൾ പറയുന്നുണ്ട്. ഇത്തരത്തിലൊരു സംഭവം സ്കൂളിൽ നടന്നിട്ടില്ല. ഇത് സ്കൂൾ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ടെന്നും നേരത്തെ മുൻപ് CCTV ദൃശ്യങ്ങളടക്കം സ്കൂളിൽ നിന്നും പോലീസ് ശേഖരിച്ചു കൊണ്ടുപോയി എന്നുമാണ് അവർ പറയുന്നത്. ഒപ്പം മാധ്യമങ്ങൾക്കെതിരെ പോലീസിൽ പരാതിയും സ്കൂൾ നൽകിയിട്ടുണ്ട്. മാധ്യമങ്ങളിലൂടെ ഇത്തരം വ്യാജ വാർത്തകൾ, സ്കൂളിനെ അപകീർത്തികരമാക്കുന്ന രീതിയിൽ ചില വാർത്തകൾ മാധ്യമങ്ങൾ നൽകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസിൽ പരാതി നൽകി. ഏതായാലും ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നേരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. അതിന് പിന്നാലെ ഈ വിഷയങ്ങളിലും പോലീസ് ഈ റാഗിംഗ് അടക്കമുള്ള വിഷയങ്ങളിൽ പോലീസ് അന്വേഷണം നടത്തും. നേരത്തെ പോലീസ് വിദ്യാർത്ഥികളെ പോലീസിന് ഇതിലുള്ള ഒരു കൺഫ്യൂഷൻ എന്താണെന്നാണ്. കാരണം ഈ പാരന്റ്സ് ഈ പരാതി കൊടുത്തത് മാത്രമല്ല, തെളിവുകൾ ഉൾപ്പെടെ, അതായത് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഘോഷം നടന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഈ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉൾപ്പെടെയല്ലേ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായും നേരത്തെ ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട പരാതി 2 ദിവസം മുൻപാണ് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം ഈ മാതാപിതാക്കൾ നൽകിയത്, പോലീസിനും ആ പരാതി നൽകിയത്. നേരത്തെ നൽകിയ പരാതിയിൽ, ആത്മഹത്യക്കെടുത്ത പരാതിയിൽ, അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ പോലീസ് അന്വേഷണം നടത്തിയിരുന്നു. വിദ്യാർത്ഥികളുടെ സഹപാഠികളുടെ അടുക്ക മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അന്ന് സഹപാഠികൾ ആരും ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ടൊരു കാര്യം പോലീസിനോട് പറഞ്ഞിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റാഗിങ്ങുമായി പോലീസിന് മുന്നോട്ട് പോകുന്നൊരു പ്രതിസന്ധി, അതായത് ഈ വിദ്യാർത്ഥികളുടെ പരീക്ഷ നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കുന്നതിന്
വലിയ പ്രശ്നമുണ്ട്. അതിന് പല അനുമതികളും വാങ്ങേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം നിലവിൽ തടസ്സപ്പെട്ട് നിൽക്കുന്നത്. ഇത്തരത്തിൽ ഈ ആളുകൾ ഈ വിദ്യാർത്ഥികളുടെ അടക്കം മൊഴിയെടുക്കുന്നത് പരീക്ഷാ സമയമായതിനാൽ പോലീസിന് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ട് കൂടുതൽ CCTV ദൃശ്യങ്ങൾ പോലീസ് ശേഖരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അവരുടെ സ്കൂൾ അധികൃതരുടെ മൊഴി പോലീസ് എടുക്കും. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ മൊഴി എടുക്കണമെങ്കിൽ പരീക്ഷാ കാലഘട്ടം കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും തന്നെയാണ്. ഇതിൽ അതായത് ഇപ്പം ഇത് വൈകിക്കാനും പറ്റില്ല. ഈ പരീക്ഷ നടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിന്റെ ജീവനല്ലേ നഷ്ടപ്പെട്ടത്. അപ്പം അടുത്ത നടപടി എന്ന രീതിയിൽ എന്തിലേക്ക് കടക്കാനാണ്? ഇപ്പം സ്കൂളിന്റെ വിശദീകരണത്തിൽ പോലീസ് പിന്മാറാൻ സാധ്യതയില്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ എങ്ങനെയാണ് പോലീസ് പ്ലാൻ ചെയ്യുന്നത്? തീർച്ചയായും ACP ഇന്ന് രാവിലെ സ്കൂളിലെത്തി പരിശോധന നടത്തും. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കും. ഈ സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പോലീസും അല്പസമയത്തിനുള്ളിൽ ഈ സ്കൂളിലെത്തി. നമ്മൾ നിലവിൽ ഇപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ്. ഇങ്ങോട്ടേക്ക് ACP അല്പസമയത്തിനകം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരുപക്ഷേ കൂടുതൽ വിശദീകരണം അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നമുക്ക് നൽകും. നിലവിൽ പോലീസ് ഇന്ന് തന്നെ ഈ സ്കൂളിലെത്തി സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കും. കൂടുതൽ CCTV ദൃശ്യങ്ങളടക്കം അവിടെ നിന്നും ശേഖരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. പോലീസ് അന്വേഷണത്തിൽ നിന്നും പുറകോട്ട് പോകുന്നില്ല. പക്ഷേ ഈ പരീക്ഷാ കാലഘട്ടമായതിനാൽ ഈ കുട്ടികളുടെ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ മാനസികമായി അല്ലെങ്കിൽ അവർക്കത് പിന്നീട് എന്തെങ്കിലും തരത്തിൽ പരീക്ഷയിൽ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുമോ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ പരീക്ഷാ കാലഘട്ടത്തിൽ മൊഴിയെടുക്കാൻ പറ്റില്ല, അതിന് പ്രത്യേക അനുമതികളടക്കം ആവശ്യം വരുമെന്ന് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഈ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു കാലതാമസമുണ്ടാകും. പക്ഷേ അപ്പോഴും ഈ CCTV ദൃശ്യങ്ങളെടുക്കും. ഈ മാതാപിതാക്കളുടെ മൊഴി പോലീസ് ശേഖരിക്കും. ഈ മാതാപിതാക്കൾ മൊബൈൽ ഫോണിൽ നടത്തിയ ചില പരിശോധനയിലും ഒപ്പം ചില സഹപാഠികൾ അവരോട് പറഞ്ഞു എന്നുമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കളുടെ മൊഴിയെടുക്കും, ഈ മൊബൈൽ ഫോൺ എടുക്കും, പരിശോധിക്കുകയും ചെയ്യും. ഒപ്പം ഇൻസ്റ്റഗ്രാമിൽ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞൊരു പേജ് നേരത്തെ ഉണ്ടായിരുന്നു. ഈ പേജ് തുടങ്ങിയ ആളുകളെ പറ്റി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ആ പേജ് പിന്നീട് ഡിലീറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. ഈ ഡിലീറ്റ് ചെയ്യപ്പെട്ടതിലും ദുരൂഹതയുണ്ട് എന്ന് മാതാപിതാക്കൾ ആരോപിച്ചിരുന്നു. അമ്മയുടെ പോസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ധന്യ, ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണശേഷം 15-നാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ടല്ലോ. അതിനുശേഷം സ്കൂളുമായിട്ട് നേരിട്ട് ഈ പാരന്റ്സ് സംസാരിക്കുകയോ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുകയോ ചെയ്തിരുന്നോ, ഇല്ലെങ്കിൽ ഡയറക്റ്റ് ഇവർ നിയമപരമായിട്ടുള്ള പോരാട്ടത്തിലേക്കാണോ കടന്നിരുന്നത്? ഈ തുടക്കത്തിൽ ഈ 15-ാം തീയതി മിഹിർ ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ അസ്വാഭാവിക മരണത്തിന് പോലീസ് സ്വയം കേസെടുത്തിരുന്നു. അതിന് പിന്നാലെ ഈ മാതാപിതാക്കൾ മൊബൈൽ ഫോണിൽ നടത്തിയ ചില പരിശോധനയിലാണ് ഇത്തരത്തിൽ റാഗിങ്ങിന് തങ്ങളുടെ മകൻ വിധേയമായിരുന്നു എന്നവർക്ക് മനസ്സിലാകുന്നത്. ഇതിനെ തുടർന്ന് അവർ DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. പിന്നീട് അവർ പറയുന്നത് അവർ സ്കൂളുമായി ബന്ധപ്പെട്ടു എന്നാണ് പറയുന്നത്. പക്ഷേ സ്കൂൾ അധികൃതർ ഇക്കാര്യം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സ്കൂളിൽ ഇത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല, റാഗിംഗ് പരാതി സ്കൂളിൽ ലഭിച്ചിട്ടില്ല എന്നാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ മിഹിറിൻ്റെ അമ്മ പറയുന്നത് തങ്ങൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെട്ടിരുന്നു, പക്ഷേ അവർ അതിൽ നടപടിയെടുക്കാൻ തയ്യാറായില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരുപക്ഷെ അല്പസമയത്തിനകം ACP വരുന്നവർ കൂടി ഒരു കൂടുതൽ വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതായത് ഈ നിലവിൽ ഇവർ ഈ എറണാകുളത്തില്ല, അതുകൊണ്ട് തന്നെ അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ ഇവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവർ സ്കൂളുമായി ബന്ധപ്പെട്ടിരുന്നു, ഈ റാഗിങ്ങിനെ കുറിച്ച് അവർ പരാതി നൽകിയിരുന്നു എന്ന് തന്നെയാണ്. പക്ഷേ സ്കൂൾ അധികൃതർ ഇത് നിലവിൽ നിഷേധിച്ചിരിക്കുകയാണ്. ധന്യ, ഇതിൽ മറ്റൊരു കാര്യം, ഈ കുട്ടി ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായത് വീട്ടിൽ പറഞ്ഞിരുന്നു. അതായത് ഈ ഒന്നാമത് ഗുരുതരമായിട്ടുള്ള വിഷയം, ഒന്ന് റാഗിംഗ് ആണ്, മറ്റൊന്ന് ആത്മഹത്യാ പ്രേരണ ഒക്കെ വരേണ്ട കേസാണ്. അപ്പം നേരത്തെ തന്നെ ഈ പരാതി നൽകിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ട് പോലീസ് ഒരു നടപടിയിലേക്കും കടന്നില്ല? അത് ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിന്റെ പേര് ഇല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഇടുന്ന രീതിയിലേക്ക് ഇപ്പം അവർ നൽകിയിരിക്കുന്ന വിശദീകരണം അങ്ങനെയാണല്ലോ, സ്കൂളിനെ തരം താഴ്ത്തരുത് എന്നുള്ള തരത്തിൽ. അപ്പം അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പോലീസ് വലിയ താല്പര്യം കേസിൽ കാണിച്ചില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ടോ? തന്നെ തുടക്കത്തിൽ ഈ ഇത്തരത്തിലൊരു റാഗിങ് നടന്നു അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും റാഗ് ചെയ്തു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്നുള്ള കാര്യങ്ങളൊന്നും മിഹിർ വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഈ പിന്നീട് ഈ സഹപാഠികൾ, മിഹിറിൻ്റെ മരണശേഷം ചില സഹപാഠികളാണ് മാതാപിതാക്കളോട് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഒപ്പം ചില വാട്സപ്പ് ചാറ്റുകൾ കൂടി തെളിവായി ലഭിച്ചതോടെയാണ് ഇവർക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലാകുന്നത്. മിഹിർ ഒരു ഘട്ടത്തിലും തനിക്ക് ഇത്തരത്തിലൊരു റാഗിങ് നേരിട്ടതായി വീട്ടിൽ പറഞ്ഞിട്ടില്ല.
ഈ പോലീസ് നിലവിൽ ഈ അന്വേഷണത്തിൻ്റെ തടസ്സമായി പറയുന്നത് ഈ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാനുള്ള തടസ്സമാണ്. ഈ പരീക്ഷാ ഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുക്കാനുള്ള ഒരു തടസ്സമാണ് പോലീസ് നിലവിൽ ഈ അന്വേഷണത്തിന് ഒരു തടസ്സമായി പറയുന്നത്. പക്ഷേ അപ്പോഴും ഈ ഒരു 15 വയസ്സുകാരൻ്റെ മരണം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഈ റാഗിംഗ് അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വന്നിട്ടും ഈ DGP അടക്കം പരാതി നൽകി, മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും ഇപ്പോൾ 2-3 ദിവസമാകുന്നു. അപ്പോൾ ഈ 2-3 ദിവസമായിട്ടും നിലവിൽ പോലീസ് ഇക്കാര്യത്തിൽ വലിയ അന്വേഷണമൊന്നും വന്നിട്ടില്ല. ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളിൽ ഇത് വാർത്ത വന്നതിൽ പിന്നാലെയാണ് ഇന്ന് രാവിലെ നിലവിൽ ഇപ്പോൾ വീണ്ടും പോലീസ് അവിടെ എത്തും, CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും, അല്ലെങ്കിൽ മൊഴിയടക്കം ഈ സ്കൂൾ അധികൃതരുടെ മൊഴിയടക്കം എടുക്കുമെന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. അത് ആത്മഹത്യയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച് ആ കേസ് അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. ഏതായാലും ആ കേസിനോട് കൂടിച്ചേർത്ത് ഈ റാഗിംഗ് കേസ് കൂടി അന്വേഷിക്കുമെന്നാണ് നിലവിൽ പോലീസ് പറയുന്നത്. തന്നെയാണ് കുടുംബത്തിന് അത്തരത്തിൽ പരാതിയുണ്ടോ? കാരണം ഇപ്പം കുട്ടികളുടെ പരീക്ഷയായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് മൊഴിയെടുക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നത് ഒരു ടെക്നിക്കൽ വശം മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു കുഞ്ഞിന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ